ഞാൻ ഇന്ന് നമ്മുടെ ലാലേട്ടനെ കുറിച്ചാണ് പറയാൻ വേണ്ടി വരുന്നത്. നമ്മുടെ ലാലേട്ടൻ അഭിനയിക്കുന്ന ഓരോ സിനിമയിലും ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന്റെ പേര് നമ്മൾ എത്ര നാളെ ആയാലും നമ്മളത് ഓർത്തിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ ദൃശ്യത്തിലെ ജോർജ് കുട്ടി, നമ്മുടെ ആടുതോമ സ്ഫടികത്തിലെ, പിന്നെ മിന്നാരത്തിലെ ബോബി ആയിക്കോട്ടെ, തുടരും സിനിമയിലെ ബെൻസ് ആയിക്കോട്ടെ, അതേ സമയത്ത് നരസിംഹത്തിലെ ഇന്ദുചൂടൻ ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ ചിത്രത്തിലെ വിഷ്ണു, കിലുക്കത്തിലെ ജോജി, പിന്നെ നാടോടിക്കാറ്റിലെ ദാസൻ, പിന്നെ പറയുവാണെങ്കിൽ നമ്മുടെ കുറേ സിനിമകളുണ്ട്. നമുക്ക് ഇപ്പം മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണി, അങ്ങനെ എത്രയോ സിനിമ, സാഗർ ഏലിയാസ് ജാക്കി, എത്രയോ സിനിമകളുടെ ക്യാരക്ടറാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. ആ ഒരു അഭിനയത്തിന്റെ സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ ലാലേട്ടനോടൊപ്പം തന്നെ നമ്മൾ ആ ക്യാരക്ടറും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ ആ ക്യാരക്ടറിന്റെ ഓരോ നെയിം വരെ ഓർത്തിരിക്കുന്നത്. ഒരു പ്രത്യേകമായിട്ടൊരു എന്താണ് പറയുന്നത്, നമ്മൾ ആ ക്യാരക്ടറായിട്ട് അഭിനയിക്കുമ്പോഴാണല്ലോ നമ്മൾ ഒരു നടൻ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുമ്പോഴാണ് നമ്മൾ ആ ക്യാരക്ടർ വരെ നമ്മൾ ഓർത്തിരിക്കുന്നത്. അതിന് എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ഒരു ക്യാരക്ടറിന്റെ പേര് പോവുക. ഞാൻ കുറേ പേര് പറയാൻ വിട്ടിട്ടുണ്ട്, കാരണം അത്രയധികം പേരുകളാണ് ഉള്ളത്. ഇപ്പൊ നമുക്ക് എല്ലാം പെട്ടെന്ന് ഇങ്ങനെ പറയാനും പറ്റില്ലല്ലോ. അപ്പൊ ഇത്രയധികം പേരുകളാണ് നമുക്ക് ഉള്ളത്. നമുക്ക് ലാലേട്ടന്റെ സിനിമയെ ഓർക്കുമ്പോൾ അതേ ഓരോ ക്യാരക്ടർ നെയിമാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. അത് സത്യം പറയണമെങ്കിൽ ലാലേട്ടൻ അത് ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കുകയാണോ എന്താണെന്ന് അറിയില്ല, ജീവിക്കുക തന്നെയാണ് സത്യം പറയണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ആ ക്യാരക്ടർ ഇത്രയധികം എങ്ങനെയാണ് ഓർത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും വന്ന് നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ഏതാണെന്ന് വന്ന് പറയണം. ഓക്കെ, ബൈ, താങ്ക് യു.